വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കലയും സാഹിത്യവും സംസ്കാരം കായികം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലോ. ആ ഒരു ടോപ്പിക്കിൽ നിന്നും പി എസ് സി ഇതുവരെ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി 3-4 ക്ലാസ്സുകൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാം. ക്ലാസ്സുകൾ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ SCRT പാഠഭാഗങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? ബിമൽ ജലാൻ. ബിമൽ ജലാൻ ആണ് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ബിമൽ ജലാൻ. നെക്സ്റ്റ്, വിവാദമായ ഫയർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? വിവാദമായ ഫയർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ ആണ് ദീപ മേത്ത. ഏത് ഭാഷയിലാണ് സ്ലം ഡോഗ് മില്യണയർ എന്ന സിനിമ രചിച്ചത്? ഏത് ഭാഷയിലാണ് സ്ലം ഡോഗ് മില്യണയർ എന്ന സിനിമ രചിച്ചത്? ഇംഗ്ലീഷ് ഭാഷയിലാണ് സ്ലം ഡോഗ് മില്യണയർ എന്ന സിനിമ രചിച്ചത്. ഇംഗ്ലീഷ് ഭാഷയിലാണ്. നെക്സ്റ്റ്, 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ് എന്ന പേരിലുള്ള ആത്മകഥ ആരുടേതാണ്? 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ് എന്ന പേരിലുള്ള ആത്മകഥ ആരുടേതാണ്? ഓപ്ഷൻ എ ചേതൻ ഭഗത്. 3 മിസ്റ്റേക്സ് ഓഫ് എ മൈ ലൈഫ് എന്ന പേരിലുള്ള ആത്മകഥ ആരുടേതാണ്? ചേതൻ ഭഗത്. ഫില്യൂമിനിസ്റ്റ് എന്താണ് ശേഖരിക്കുന്നത്? ഫില്യൂമിനിസ്റ്റ് ശേഖരിക്കുന്നത് എന്താണ്? ഫില്യൂമിനിസ്റ്റ് ശേഖരിക്കുന്നത് തീപ്പെട്ടിക്കൂടിലെ ചിത്രങ്ങളെയാണ്. ഫില്യൂമിനിസ്റ്റ് ശേഖരിക്കുന്നത് തീപ്പെട്ടിക്കൂടിലെ ചിത്രങ്ങളാണ്. നെക്സ്റ്റ്, ബ്രഹ്മാത്മക ചിത്രരചനയ്ക്ക് പ്രശസ്തനായ സ്പാനിഷ് ചിത്രകാരൻ ആരാണ്? ബ്രഹ്മാത്മക ചിത്രരചനയ്ക്ക് പ്രശസ്തനായ സ്പാനിഷ് ചിത്രകാരൻ ആരാണ്? ഓപ്ഷൻ എ സാൽവോദർ ദാലി. ബ്രഹ്മാത്മക ചിത്രരചനയ്ക്ക് പ്രശസ്തനായ സ്പാനിഷ് ചിത്രകാരൻ ആരാണ്? സാൽവോദർ ദാലി. വാട്ട് ഗാന്ധി ആൻഡ് കോൺഗ്രസ് ഹാവ് ഡൺ ടു അൺടച്ചബിൾസ് എന്ന പുസ്തകം എഴുതിയതാരാണ്? വാട്ട് ഗാന്ധി ആൻഡ് കോൺഗ്രസ് ഹാവ് ഡൺ ടു അൺടച്ചബിൾസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കറിനെയാണ് അല്ലേ. വാട്ട് ഗാന്ധി ആൻഡ് കോൺഗ്രസ് ഹാവ് ഡൺ ടു അൺടച്ചബിൾസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? BR അംബേദ്കർ. നെക്സ്റ്റ്, ഹിറ്റ്ലറുടെ ആത്മകഥയായ മെയിൻ കാഫിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരെന്താണ്? ഹിറ്റ്ലറുടെ ആത്മകഥയാണ് മെയിൻ കാഫ്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരാണ് മൈ സ്ട്രഗിൾ. ഹിറ്റ്ലറുടെ ആത്മകഥയായ മെയിൻ കാഫിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരാണ് മൈ സ്ട്രഗിൾ. ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് ആരാണ്? ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് ആരാണ്? ചിരസ്മരണ എന്ന നോവൽ എഴുതിയത്? നിരഞ്ജനയാണ് ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് ആരാണ്? നിരഞ്ജന. അങ്കിൾ ടോംസ് ക്യാബിൻ എഴുതിയത് ആരാണ്? അങ്കിൾ ടോംസ് ക്യാബിൻ എഴുതിയത് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോ ആണ്. അങ്കിൾ ടോംസ് ക്യാബിൻ എഴുതിയത് ആരാണ്? ഹാരിയറ്റ് ബീച്ചർ സ്റ്റോ. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയത് ആരാണ്? എഴുതിയത് ആരാണ്? അരുന്ധതി റോയ് ആണ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയത് ആരാണ്? അരുന്ധതി റോയ് ആണ്. അന്ന കരീനീന എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ ടോൾസ്റ്റോയി ആണ്. അന്ന കരീനീന എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ ടോൾസ്റ്റോയി. നെക്സ്റ്റ്, ഷേക്സ്പിയറിൻ്റെ കാഴ്ചപ്പാടിൽ ആരാണ് കുലീനനായ റോമക്കാരൻ? ബ്രൂട്ടസ്. ഷേക്സ്പിയറിൻ്റെ കാഴ്ചപ്പാടിൽ ആരാണ് കുലീനനായ റോമക്കാരൻ? ബ്രൂട്ടസ്. നെക്സ്റ്റ്, അഡോണിസ് എഴുതിയത് ആരാണ്? PB ഷെല്ലി ആണ്. അഡോണിസ് എഴുതിയത് ആരാണ്? PB ഷെല്ലി. നെക്സ്റ്റ്, ഡ്രാക്കുള എന്ന നോവൽ എഴുതിയത് ആരാണ്? ബ്രാം സ്റ്റോക്കർ ആണ്. ഡ്രാക്കുള എന്ന നോവൽ എഴുതിയത് ആരാണ്?
ബ്രാം സ്റ്റോക്കർ. നെക്സ്റ്റ്, അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥ ആരുടേതാണ്? അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥ ആരുടേതാണ്? APJ അബ്ദുൽ കലാമിൻ്റെയാണല്ലേ. അഗ്നിച്ചിറകുകൾ ആരുടേതാണ്? APJ അബ്ദുൽ കലാം. നെക്സ്റ്റ്, ഫ്രാൻകോ മേരി അരോയറ്റിൻ്റെ പ്രശസ്തമായ തൂലികാനാമം. ഫ്രാൻകോ മേരി അരോയറ്റിൻ്റെ പ്രശസ്തമായ തൂലികാനാമം എന്താണ്? വോൾട്ടയർ എന്നാണ്. ഫ്രാൻകോ മേരി അരോയറ്റിൻ്റെ പ്രശസ്തമായ തൂലികാനാമമാണ് വോൾട്ടയർ. നെക്സ്റ്റ്, പാരഡൈസ് ലോസ്റ്റ് എഴുതിയത് ആരാണ്? പാരഡൈസ് ലോസ്റ്റ് എഴുതിയത് ആരാണ്? പാരഡൈസ് ലോസ്റ്റ് എഴുതിയത്? ജോൺ മിൽട്ടൺ. ജോൺ മിൽട്ടൻ്റെയാണ് പാരഡൈസ് ലോസ്റ്റ്. ആരുടേതാണ്? ജോൺ മിൽട്ടൺ. നെക്സ്റ്റ്, ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര എഴുതിയത് ആരാണ്? ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര എഴുതിയത് ആരാണ്? ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര എഴുതിയത് ആരാണ്? വില്യം ഷേക്സ്പിയറിൻ്റെ അതാണ് ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര. വില്യം ഷേക്സ്പിയർ. നെക്സ്റ്റ്, 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏത് കവിയാണ് ദ കാൻറ്റർബറി ടെയിൽസ് രചിച്ചത്? 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏത് കവിയാണ് ദ കാൻറ്റർബറി ടെയിൽസ് രചിച്ചത്? ജെഫ്രി ചോസർ. നെക്സ്റ്റ്, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി സൃഷ്ടിച്ചത് ആരാണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി സൃഷ്ടിച്ചത് ആരാണ്? ഡച്ചുകാരുടേതാണ്. ഡച്ചുകാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. നെക്സ്റ്റ്, ആൻഡ് ക്വൈറ്റ് ഫ്ലോസ് ദി ഡോൺ എഴുതിയത് ആരാണ്? മിക്കായേൽ ഷോലോക്കോവ് ആണ്. ആൻഡ് ക്വൈറ്റ് ഫ്ലോസ് ദി ഡോൺ എഴുതിയത് ആരാണ്? മിക്കായേൽ ഷോലോക്കോവ്. നെക്സ്റ്റ്, മഹാരാജ എന്ന ചിഹ്നം ഏത് സ്ഥാപനത്തെ സൂചിപ്പിക്കുന്നു? മഹാരാജ എന്ന ചിഹ്നം ഏത് സ്ഥാപനത്തെയാണ് സൂചിപ്പിക്കുന്നത്? എയർ ഇന്ത്യയാണ്. മഹാരാജ എന്ന ചിഹ്നം സൂചിപ്പിക്കുന്ന എയർ ഇന്ത്യയാണ്. ആസ് യു ലൈക്ക് ഇറ്റ് എഴുതിയത് ആരാണ്? എഴുതിയത് ആരാണ്? ഷേക്സ്പിയർ ആണ്. ആസ് യു ലൈക്ക് ഇറ്റ് എഴുതിയത് ആരാണ്? ഷേക്സ്പിയർ. നെക്സ്റ്റ്, ഒരു പുരുഷൻ്റെ പരിപൂർണമായ ശരീരം എന്ന നിലയിൽ കണക്കാക്കപ്പെടുന്ന ഡേവിഡ് എന്ന ശില്പം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഒരു പുരുഷൻ്റെ പരിപൂർണമായ ശരീരം എന്ന നിലയിൽ കണക്കാക്കപ്പെടുന്ന ഡേവിഡ് എന്ന ശില്പം രൂപകൽപ്പന ചെയ്തത് ആരാണ്? മൈക്കൽ ആഞ്ചലോ. ഒരു പുരുഷൻ്റെ പരിപൂർണമായ ശരീരം എന്ന നിലയിൽ കണക്കാക്കപ്പെടുന്ന ഡേവിഡ് എന്ന ശില്പം രൂപകൽപ്പന ചെയ്തത് ആരാണ്? മൈക്കൽ ആഞ്ചലോ. നെക്സ്റ്റ്, ഹിയർ പപ്പ കംസ് എന്ന ചിത്രം വരച്ചത് ആരാണ്? രാജാ രവിവർമ്മയാണ്. ഹിയർ പപ്പ കംസ് എന്ന ചിത്രം വരച്ചത് ആരാണ്? രാജാ രവിവർമ്മ. ബേക്കർ തെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഷെർലക് ഹോംസിൻ്റെ വീടിൻ്റെ നമ്പർ ഏതാണ്? 221 ബി ആണ് ഷെർലക് ഹോംസിൻ്റെ വീടിൻ്റെ നമ്പർ. എവിടെ സ്ഥിതി ചെയ്യുന്നതാണ്? ബേക്കർ തെരുവിൽ. നെക്സ്റ്റ്, പുരാതന ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പാണിനി പ്രശസ്തനായത് ഏത് നിലയിലാണ്? വ്യാകരണ പണ്ഡിതനാണ്. പാണിനി ആരാണ്? വ്യാകരണ പണ്ഡിതനാണ്. ആപ്പിൾ കാർട്ട് രചിച്ചത് ആരാണ്? ബർണാഡ് ഷായാണ്. ആപ്പിൾ കാർട്ട് രചിച്ചത് ആരാണ്? ബർണാഡ് ഷാ. ബാബ ബ്ലാക്ക് ഷീപ്പ് എന്ന ആത്മകഥാപരമായ ചെറുകഥ എഴുതിയത് ആരാണ്? ഓപ്ഷൻ സി, റുഡ്യാർഡ് ക്ലിപ്പിങ്ങിൻ്റേതാണ് ബാബ ബ്ലാക്ക് ഷീപ്പ് എന്ന ആത്മകഥാപരമായ ചെറുകഥ. നെക്സ്റ്റ്, പഞ്ചവാദ്യത്തിൽ ശംഖ് ഉൾപ്പെടെ എത്ര വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്? 6 വാദ്യങ്ങളാണ്. പഞ്ചവാദ്യത്തിൽ ശംഖ് ഉൾപ്പെടെ 6 വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. പാശ്ചാത്യ ക്ലാസിക്കൽ സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? മൊസാർട്ട്, ബീതോവൻ, ബാക്ക് എന്നിവരാണ് പാശ്ചാത്യ ക്ലാസിക്കൽ സംഗീതത്തിലെ ത്രിമൂർത്തികൾ. മൊസാർട്ട്,
ബീത്തോവൻ, ബാക്ക്. പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തിൻ്റെ ശില്പി ആരാണ്? പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തിൻ്റെ ശില്പിയാണ് ബനാനസ്. ബനാനസ് ആണ് പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തിൻ്റെ ശില്പി. ആരാണ്? ബനാനസ്. ബനാനസ് പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തിൻ്റെ ശില്പിയാണ് ബനാനസ്. പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്യുന്ന കേരളീയ വാദ്യ സംഗീതം ഏതാണ്? പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്യുന്ന കേരളീയ വാദ്യ സംഗീതം ഏതാണ്? സോപാന സംഗീതം. പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്യുന്ന കേരളീയ വാദ്യ സംഗീതം സോപാന സംഗീതം. പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം ഏതാണ്? പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണമാണ് സിത്താറ്. പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം സിത്താറ്. മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രംഗം എന്താണ്? മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രംഗമാണ് ഹംസധ്വനി. ഹംസധ്വനി. മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് ഏത് നഗരത്തിലാണ്? മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് ന്യൂയോർക്കിലാണ്. മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് ഏത് നഗരത്തിലാണ്? ന്യൂയോർക്കിലാണ്. ആധുനിക നാടകത്തിൻ്റെ പിതാവ് ആരാണ്? ആധുനിക നാടകത്തിൻ്റെ പിതാവ് ഹെൻറിക് ജെ ഇബ്സൺ. ആധുനിക നാടകത്തിൻ്റെ പിതാവ് ആരാണ്? ഹെൻറിക് ജെ ഇബ്സൺ. ഹെൻറിക് ജെ ഇബ്സൺ ആണ് ആധുനിക നാടകത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ സംഗീതത്തിന് സിത്താറിനെ പരിചയപ്പെടുത്തിയത് ആരാണ്? എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ സംഗീതത്തിന് സിത്താറിനെ പരിചയപ്പെടുത്തിയത് അമീർ ഖുസ്രു ആണ്. ഇന്ത്യൻ സംഗീതത്തിന് സിത്താറിനെ പരിചയപ്പെടുത്തിയത് ആരാണ്? അമീർ ഖുസ്രു. ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? നന്ദലാൽ ബോസിനെയാണ് അല്ലേ? നന്ദലാൽ ബോസ് ആണ് ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ശങ്കറിനെയാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ശങ്കറിനെയാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ശങ്കർ. രവീന്ദ്രനാഥ് ടാഗോർ സ്വയം ആവിഷ്കരിച്ച സംഗീത പദ്ധതി ഏതാണ്? രവീന്ദ്രനാഥ ടാഗോർ സ്വയം ആവിഷ്കരിച്ച സംഗീത പദ്ധതിയാണ് രബീന്ദ്ര സംഗീതം. രബീന്ദ്ര സംഗീതം. രവീന്ദ്രനാഥ് ടാഗോർ സ്വയം ആവിഷ്കരിച്ച സംഗീത പദ്ധതിയാണ് രബീന്ദ്ര സംഗീതം. എ ആർ റഹ്മാൻ ഏത് മേഖലയിലാണ് പ്രസിദ്ധൻ? എ ആർ റഹ്മാൻ ഏത് മേഖലയിലാണ്? സംഗീത സംവിധായകനാണ് അല്ലേ? ആർ റഹ്മാൻ ഏത് മേഖലയിലാണ് പ്രസിദ്ധൻ? സംഗീത സംവിധായകനാണ്. എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീതോപകരണം ഏതാണ്? എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീതോപകരണമാണ് സാരംഗി. എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീതോപകരണം ഏതാണ്? സാരംഗി. എല്ലാ വർഷവും ത്യാഗരാജ സംഗീതോത്സവം നടക്കുന്ന സ്ഥലം ഏതാണ്? എല്ലാ വർഷവും ത്യാഗരാജ സംഗീതോത്സവം നടക്കുന്ന സ്ഥലമാണ് തമിഴ്നാട്ടിലെ തിരുവയ്യാർ. തമിഴ്നാട്ടിലെ തിരുവയ്യാർ. എല്ലാ വർഷവും ത്യാഗരാജ സംഗീതോത്സവം നടക്കുന്ന സ്ഥലം ഏതാണ്? തമിഴ്നാട്ടിലെ തിരുവയ്യാറാണ്. എസ് ബാലചന്ദറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം ഏതാണ്? എസ് ബാലചന്ദറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം ഏതാണ്? വീണയാണ്. എസ് ബാലചന്ദറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം ഏതാണ്? വീണ. ഏത് സംസ്ഥാനത്ത് പ്രചാരമുള്ള അനുഷ്ഠാന നൃത്തരൂപമാണ് ഗാർബ? ഏത് സംസ്ഥാനത്ത് പ്രചാരമുള്ള അനുഷ്ഠാന നൃത്തരൂപമാണ് ഗാർബ? ഗാർബ എന്ന് പറയുന്നത് എവിടത്തെയാണ്? ഗുജറാത്തിലെയാണ് അല്ലേ? ഗാർബ, രാസലീലൊക്കെ എന്നിവ എവിടത്തെയാണ്? ഗുജറാത്തിലെയാണ്. ഏത് ശൈലിയിലാണ് അജന്ത ഗുഹകളിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്? ഏത് ശൈലിയിലാണ് അജന്ത ഗുഹകളിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്? ഫ്രെസ്കോ ശൈലിയിലാണ്. ഫ്രെസ്കോ ശൈലിയിലാണ് അജന്ത ചിത്രഗുഹകൾ വരച്ചിരിക്കുന്നത്. ഏത് നേതാവിൻ്റെ സ്മരണയ്ക്കായാണ് ഹരിപ്രസാദ് ചൗരസ്യ ഇന്ദിരാ കല്യാൺ എന്ന രാഗം ചിട്ടപ്പെടുത്തിയത്? ഏത് നേതാവിൻ്റെ സ്മരണയ്ക്കാണ് ഹരിപ്രസാദ് ചൗരസ്യ ഇന്ദിരാ കല്യാൺ എന്ന രാഗം ചിട്ടപ്പെടുത്തിയത്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി. ഏത് നേതാവിൻ്റെ സ്മരണയ്ക്കാണ് ഹരിപ്രസാദ് ചൗരസ്യ ഇന്ദിരാ കല്യാൺ എന്ന രാഗം ചിട്ടപ്പെടുത്തിയത്? ഇന്ദിരാഗാന്ധി. കർണാടക സംഗീത പഠനത്തിലെ അടിസ്ഥാന രാഗം ഏതാണ്? കർണാടക സംഗീത പഠനത്തിലെ അടിസ്ഥാന രാഗം ഏതാണ്?
മായാമാളവ ഗൗളം. മായാമാളവ ഗൗളം. കർണാടക സംഗീത പഠനത്തിലെ അടിസ്ഥാന രാഗം ഏതാണ്? മായാമാളവ ഗൗളം. കർണാടക സംഗീതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കർണാടക സംഗീതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പുരന്ദരദാസനെയാണ്. കർണാടക സംഗീതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കർണാടക സംഗീതത്തിൻ്റെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരെയാണ്? കർണാടക സംഗീതത്തിൻ്റെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരെയാണ്? എം.എസ്. സുബ്ബലക്ഷ്മി. എം.എസ്. സുബ്ബലക്ഷ്മിയാണ് കർണാടക സംഗീതത്തിലെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസാണ് നമ്മത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.